ജ്ഞാനേഷ് കുമാറിനെ പോലെ ഒരു തൊഴിലാളിയെ ലഭിക്കാൻ ഏതൊരു എംപ്ലോയറും കൊതിച്ചു പോകും. തന്നെ ഏൽപ്പിച്ച ജോലി 100%, 200% ആത്മാർത്ഥതയോടെയാണ് ജ്ഞാനേഷ് കുമാർ നിർവഹിച്ചിരിക്കുന്നത്. പക്ഷേ കള്ളന്മാർ മോഷണം നടത്തുമ്പോൾ എന്തെങ്കിലും തെളിവുകൾ അവശേഷിപ്പിക്കാതെ ഇരിക്കുകയില്ല. പരിപൂർണമായി തെളിവില്ലാതെ മോഷണം നടത്താൻ ഇതുവരെ ലോകത്തിൽ ഒരു കള്ളനും സാധിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. മോദിയുടെ പ്രധാന സെലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ബീഹാറിൽ വോട്ടുകൊള്ള നടത്തിയപ്പോൾ വലിയ ഒരു തെളിവ് അവശേഷിപ്പിച്ചു. അത് എന്താണ് എന്ന് നമുക്ക് വ്യക്തമായി കാണാം. ഈ ചാനൽ ഇഷ്ടപ്പെടുന്ന നിങ്ങളിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒക്ടോബർ 6-ാം തീയതിയാണ് ബീഹാറിലെ ഇലക്ഷൻ അനൗൺസ് ചെയ്യുന്നത്. അന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ സെലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ബീഹാറിൽ എത്ര വോട്ടർമാർ ഉണ്ട് എന്ന ചോദ്യത്തിന് നൽകുന്ന 14 സെക്കൻഡുള്ള മറുപടി ഇതാണ്. एक ओवरव्यू अगर लिया जाए मतदाताओं का, तो कुल मतदाताओं की संख्या लगभग 7.42 करोड़ है. ബീഹാറിൽ ഏകദേശം 7.42 കോടി വോട്ടർമാരാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉള്ളത് എന്നാണ് ജ്ഞാനേഷ് കുമാർ പറഞ്ഞത്. എന്നാൽ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ കണ്ടുകൊള്ളൂ. ഇതിലെ 3ാമത്തെ കോളമായ ടോട്ടലിന് താഴെ എഴുതിയിരിക്കുന്നത് കണ്ടോ? അതിൽ 3ാമത്തെ റോയിൽ മൊത്തം വോട്ടേഴ്സായി പറഞ്ഞിരിക്കുന്നത് 7,45,26,858 പേരാണ്. അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടത്തുമ്പോൾ പറഞ്ഞ 7.42 കോടിയേക്കാൾ 3 ലക്ഷം അധിക വോട്ടർമാരാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നവംബർ 11-ാം തീയതി സെലക്ഷൻ കമ്മീഷൻ ഇറക്കിയ പ്രസ് റിലീസിൽ പറഞ്ഞിരിക്കുന്നത്. എവിടെ നിന്നാണ് ഈ 3 ലക്ഷം അധികം വോട്ടർമാർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം വോട്ടേഴ്സ് ലിസ്റ്റിൽ വന്നത്? എങ്ങനെയാണ് അത് സാധ്യമാകുന്നത്? അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനാണ് ജ്ഞാനേഷ് കുമാർ എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് കരുതേണ്ടി വരും. മാന്ത്രികമായി 3 ലക്ഷത്തിലധികം വോട്ടർമാരാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും വോട്ടേഴ്സ് ലിസ്റ്റിൽ കടന്നുകൂടിയത്. അതിനു മുൻപ് സെപ്റ്റംബർ 30-ാം തീയതി ഫൈനൽ ലിസ്റ്റിലുള്ള വോട്ടേഴ്സിന്റെ എണ്ണം ആണ് എന്ന് പറഞ്ഞ് ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ടതാണ് ഇത്. 2025 ജൂൺ 24-ാം തീയതി 7.89 കോടി വോട്ടർമാർ ഉണ്ടായിരുന്നതിൽ 65 ലക്ഷം ആളുകളുടെ പേര് ഡ്രാഫ്റ്റ് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്തു. ഓഗസ്റ്റ് 1-ാം തീയതി ഡ്രാഫ്റ്റ് ലിസ്റ്റിൽ അങ്ങനെയുള്ളത് 7.24 കോടി വോട്ടർമാരാണ്. അതിൽ നിന്ന് യോഗ്യതയില്ലാത്തവരായി കണ്ടത് എന്ന് പറയുന്ന 3.66 ലക്ഷം ആളുകളെ നീക്കുകയും പുതുതായി 21.53 ലക്ഷം ആളുകളെ ചേർക്കുകയും ചെയ്തപ്പോൾ സെപ്റ്റംബർ 30-ലെ ഫൈനൽ ലിസ്റ്റിൽ, അതായത് അവസാന ലിസ്റ്റിൽ 7.42 കോടി വോട്ടർമാരാണ് ഉള്ളത് എന്ന് വ്യക്തമായി പറഞ്ഞിരുന്നതാണ്. അത് തന്നെയാണ് ഒക്ടോബർ 6-ാം തീയതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ നൽകിയ നമ്പരും. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മാന്ത്രികമായി അത് 7.45 ലക്ഷമായി ഉയർന്നു. നാഷണൽ ദസ്തക് എന്ന സ്വതന്ത്ര മീഡിയ ഇത് പങ്കുവച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്തതാണ് ബീഹാറിലെ വോട്ടുകൊള്ളയുടെ വലിയ ഒരു വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞുകൊണ്ട്. CPI-MLന്റെ ദീപാങ്കർ ഭട്ടാചാര്യയും ഇത് പങ്കുവച്ചുകൊണ്ട് എക്സിൽ കുറിച്ചു. SIR കഴിഞ്ഞപ്പോൾ ബീഹാറിലെ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നത് 7.42 കോടി വോട്ടർമാരാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴുള്ള മോദിയുടെ സെലക്ഷൻ കമ്മീഷന്റെ പ്രസ് നോട്ട് പ്രകാരം 7,45,26,858 വോട്ടർമാരാണ് ഉള്ളതെന്ന് പറഞ്ഞിരിക്കുന്നു. 3 ലക്ഷത്തിലധികം വോട്ടർമാരുടെ വർധനവ്. എവിടെ നിന്നാണ് ഈ എക്സ്ട്രാ 2AB വന്നത്? മോദിയുടെ സെലക്ഷൻ കമ്മീഷന് ഇത് വിശദീകരിക്കാൻ മനസ്സാവുമോ? മോദിക്കും മോദിയുടെ സെലക്ഷൻ കമ്മീഷനും വോട്ടേഴ്സ് ലിസ്റ്റിൽ എക്സ്ട്രാ 2AB കൊണ്ടുവരാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് ഇന്ത്യയിലെ ബോധമുള്ള ജനങ്ങൾക്ക് എല്ലാം അറിയാം. ഇങ്ങനെ ഇലക്ഷൻ പ്രഖ്യാപിച്ച ദിവസത്തിലെ ഫൈനൽ കണക്കുകളേക്കാൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 3 ലക്ഷത്തിലധികം വോട്ടർമാർ കൂടുതലുണ്ട് എന്ന് യാതൊരു സങ്കോചവും കൂടാതെയാണ് സെലക്ഷൻ കമ്മീഷൻ പത്രക്കുറിപ്പ് ഇറക്കുന്നത്. വോട്ടുകൊള്ള നടത്താൻ അവർക്ക് യാതൊരു മടിയുമില്ല. മോദി എന്ത് സംഭവിച്ചാലും അവരെ പ്രൊട്ടക്ട് ചെയ്യും എന്നുള്ള തകർക്കാനാവാത്ത വിശ്വാസമാണ് ഇതിനു പിന്നിൽ. മോദി എക്സ്ട്രാ 2AB വിശദീകരിച്ചതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ യാതൊരു നാണവും കൂടാതെ ഇത് വിശദീകരിക്കാനും മടി കാണിക്കുകയില്ല. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?